അയ്യോ ഡോക്ടറെ, നല്ല വേദനയാ. സർജറി വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അവളുടെ പറച്ചിൽ കേട്ട് അവൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവൻ അവളുടെ കൈയുടെ അകവും പുറവും ഒക്കെയും പരിശോധിക്കുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പരിശോധിക്കുമ്പോൾ അവൻ കാണാതെ ശരിക്കും വായി നോക്കി തുടങ്ങി. ഇടയിൽ എപ്പോഴോ അവൻ അവളെ നോക്കിയതും കാണുന്നത് തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന അവളെയും. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ നോക്കുന്നത്? അവൻ ചിന്തിച്ചു. അതുമല്ല, അന്നേരത്തെ അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് കാര്യമായ വേദനയുള്ളതായി അവന് തോന്നിയതുമില്ല. അവൻ്റെ മുഖം സംശയത്താൽ ചുളുങ്ങി. അവനത് കാര്യമാക്കാതെ തൻ്റെ പരിശോധന തുടർന്നു. എപ്പോഴാ വീണേ? അവളുടെ മുഖത്ത് നോക്കാതെ അവൻ ചോദിച്ചു. അവൻ ചോദിക്കുന്നതല്ലാതെ അവളിൽ നിന്നും മറുപടിയില്ല. എപ്പോഴാ വീണതെന്ന് അല്പം കനപ്പിച്ച് ചോദിച്ചതും അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. എന്താ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എപ്പോഴാ വീണേന്ന്? അത് പിന്നെ ഇന്നലെ. ഒന്ന് അമർത്തി മൂളി അവൻ തൻ്റെ പരിശോധന തുടർന്നു. കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ല. വേദനയ്ക്കുള്ള ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. വേദന കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കണം എന്നും പറഞ്ഞ് അവൻ മരുന്ന് എഴുതി നൽകി. ശരിയെന്ന പോലെ തലയണയ്ക്ക് അവൾ മുറിവിട്ടിറങ്ങി. ഇറങ്ങും മുമ്പ് അവൾ ഒന്നുകൂടെ അവനെ നോക്കി. അന്നേരം അവനാണെങ്കിൽ അവളുടെ പോക്ക് സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു എമർജൻസി വന്നതും അവൻ OP റൂമിൽ നിന്നും ധൃതിയിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി സെക്കൻഡ് ഫ്ലോറിലെ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെ കാഴ്ചയിലേക്ക് അവൻ്റെ കണ്ണുകൾ നീളുന്നത്. നേരത്തെ കൈക്ക് വയ്യെന്നും പറഞ്ഞു വന്ന പെണ്ണ് ഇരുകയ്യാലെ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ കവിൾ പിടിച്ചു കൊഞ്ചിച്ചു കുഞ്ഞു കവിളിൽ ഉമ്മ വെക്കുന്നുണ്ട്. ശേഷം തൻ്റെ സ്കൂട്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടതും അവൻ്റെ മുഖം ചുളുങ്ങി. കള്ളി. അവൻ്റെ അതരങ്ങൾ മൊഴിഞ്ഞു. ഡോക്ടറെ, അനസ്തേഷ്യ കൊടുക്കട്ടെ? പിറകിൽ നിന്നും നഴ്സിൻ്റെ ശബ്ദം കേട്ടതും ഷോൺ പൊടുന്നനെ തൻ്റെ നോട്ടം പിൻവലിച്ചു. ഒന്ന് അമർത്തി മൂളിയ ശേഷം അവൻ ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യം വെച്ച് നടന്നു. 2 ദിവസത്തിന് ശേഷം ഷോണിൻ്റെ OP റൂമിൽ. സമയം 2 മണിയോട് അടുക്കുന്നു. കഴിഞ്ഞല്ലോ അല്ലേ? ഷോൺ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനോട് ചോദിച്ചു. അവൻ അന്നേരം നന്നേ ക്ഷീണിച്ചിരുന്നു. ഡോക്ടർ, അത് പിന്നെ ഒരു പേഷ്യൻ്റ് കൂടിയുണ്ട്. നഴ്സ് നേരിയ പേടിയോടെ പറഞ്ഞു. താനല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് കഴിഞ്ഞെന്ന്? അത് പിന്നെ ആ കുട്ടി ഇപ്പോൾ വന്നതാ. ഞാൻ പറഞ്ഞതാ ഇനി കാണാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഒരൊറ്റ കരച്ചിൽ, കൈ വേദന എടുത്തിട്ട് അനക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ലെന്ന്. അത് കണ്ടപ്പോൾ എന്തോ വിഷമം തോന്നി. നഴ്സ് നേരിയ ഭയത്തോടെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും ഷോൺ തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞു. ശരി, വരാൻ പറയൂ. വല്ല താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു. നഴ്സ് ഡോർ തുറന്ന് പുറത്തേക്ക് തലയിട്ട് പുറത്ത് നിൽക്കുന്ന ആളെ അകത്തേക്ക് വിളിച്ചു. അന്നേരം അകത്തേക്ക് വരുന്ന നിത്രയെ കണ്ടതും ഷോണിന് ദേഷ്യമാണ് വന്നത്. ഈ നേരമില്ലാത്ത നേരത്തെ ഈ പെണ്ണിനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവൻ ചിന്തിച്ചു പോയി. ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ കാര്യം തിരക്കി. അത് പിന്നെ ഡോക്ടറെ, വേദന ഒട്ടും കുറവില്ല, അതാ വന്നേ. അത് കേട്ടതും അവന് പെരുത്ത് കയറി. ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. അവളുടെ യഥാർത്ഥ സൂക്കേട് എന്താണെന്നും അവന് പിടികിട്ടി. അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൾ തൻ്റെ കൈ അവന് നേരെ നീട്ടി. അത് കണ്ടപ്പോഴുള്ള അവൻ്റെ അന്നേരത്തെ നോട്ടം കണ്ടതും അവൾ നിഷ്കുവായി വേദന അഭിനയിച്ചു. നല്ല വേദനയുണ്ടല്ലേ? അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ചെറുതായി മൂളി. അവൻ്റെ നോട്ടം കയ്യിലാണെന്ന് കണ്ടതും അവൾ അവനെ ധൃതിയിൽ സ്കാൻ ചെയ്തു. തുറന്നു കിടക്കുന്ന ഷർട്ടിൻ്റെ വിടവിലൂടെ അവൻ്റെ രോമാവൃതമായ നെഞ്ചും കഴുത്തി കിടക്കുന്ന കുരിശുമാലയും കാണാം. അവൾക്ക് തൻ്റെ അടിവയറ്റിൽ നിന്നും മഞ്ഞ് മാത്രമല്ല എന്തൊക്കെയോ വീഴുന്ന ഫീലായിരുന്നു. അവൻ അവളിലേക്ക് നോട്ടം പായിച്ചു. അന്നേരം അവൾ പെട്ടെന്ന് വായി നോട്ടം നിർത്തി തൻ്റെ മുഖത്ത് ഇല്ലാത്ത വേദന ഉണ്ടാക്കിയെടുത്തു. നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖഭാവം മാറിയത് കണ്ടതും അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ച് വേദനിപ്പിച്ചു. അയ്യോ അമ്മേ, അവൾ ഉറക്കെ നിലവിളിച്ചു. എന്താ ഡോക്ടറെ ഇത്? അവൾ അറിയാതെ ചോദിച്ചു പോയി. വേദന ഉണ്ടോയെന്ന് നോക്കിയതല്ലേ, ഇതൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്, അവൻ പറഞ്ഞു. ശരിയാ, കൈയിൻ്റെ ഭാഗത്തെ ഒരു പൊട്ടൽ കാണുന്നുണ്ട്. കൈക്ക് സർജറി വേണ്ടി വരുന്നതിലേ സംശയമില്ല.
ഇപ്പം തന്നെ സർജറി നടത്തിയേക്കാം. അവൻ്റെ പറച്ചിൽ കേട്ടതും നിദ്ര ഒന്ന് ഞെട്ടി. ഈശ്വരാത്താൻ പെട്ടു എന്ന പോലെ അവൾ അവനെ നോക്കി. എന്താ ഡോക്ടർ പറഞ്ഞേ? നിനക്കെന്താ ചെവിയും കേട്ടൂടെ? കൈക്ക് സർജറി വേണമെന്ന്. ഇനിയിപ്പോൾ ചെവിക്ക് കൂടി സർജറി ചെയ്യേണ്ടി വരുമോ? എന്താ അതിൻ്റെ പേര്? നിദ്ര. ഓക്കെ നിദ്ര. അയ്യോ നിദ്ര അല്ല, വെറുനിദ്ര. ശരി, വെറുനിദ്ര. ഒരു കാര്യം ചെയ്യും, സർജറി ചിലവേ 50,000 വരും. ആദ്യം സർജറി നടക്കട്ടെ, എന്നിട്ടേ പൈസ അടച്ചാൽ മതി. ഇത് കേട്ടതും അവൾ പൊടുന്നനെ തൻ്റെ കൈ പിൻവലിച്ചു. അയ്യോ വേദന കുറഞ്ഞു കേട്ടോ. ഡോക്ടർക്ക് ഭയങ്കര കൈപ്പുണ്യാണല്ലേ. ഇനിയിപ്പോൾ സർജറി വേണ്ടി വരുമെന്ന് തോന്നില്ല. ഡോക്ടർ എന്തെങ്കിലും ടാബ്ലറ്റ് എഴുതി തന്നാൽ മതി. അവൾ ഒരുതരം പരിങ്ങലോടെ പറഞ്ഞു. കൈവേദന അവളുടെ അടവാണെന്ന് മനസ്സിലായതും അവൾക്കൊരു പണി കൊടുക്കാമെന്ന് കരുതി അവൻ കുറച്ചധികം ടാബ്ലറ്റ് കുറിച്ചു. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന നേഴ്സിനെ അകത്തേക്ക് വിളിച്ചു. മരുന്നിൻ്റെ ലിസ്റ്റ് നേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദേ, ഈ മരുന്ന് വാങ്ങിച്ച് ഈ കുട്ടിയെ ഏൽപ്പിക്കണം. കൈക്ക് വയ്യാത്ത കുട്ടിയാ. പൈസ ഈ കുട്ടി തന്നെ അടച്ചോളും. മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ഈ കുട്ടിയെ വിടരുത്. ഡോക്ടറുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ച് നേഴ്സ് ലിസ്റ്റിലുള്ള ടാബ്ലറ്റ് മുഴുവൻ വാങ്ങിച്ച് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ബിൽ എമൗണ്ട് 2,500 രൂപ കണ്ടതും അവൾ ഒരു ചെയറിൽ തളർന്നിരുന്നു പോയി. എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒപ്പിച്ചതാണ് ഡോക്ടറുടെ കൺസൾട്ടിങ് ഫീ ആയ 400 രൂപ. കൂടെ അബിയുടെ സ്കൂട്ടിക്ക് പെട്രോൾ കൂടി അടിക്കാൻ വേണ്ടി കയ്യിലുള്ള 250 രൂപയും ചിലവായി. ഇനിയിപ്പോൾ താൻ എവിടെ പോയി 2,500 രൂപ ഉണ്ടാക്കും? ഡോക്ടർ തനിക്കിട്ട് പണിതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒടുവിൽ കൂട്ടുകാരെ ആരെയോ വിളിച്ച് കയ്യും കാലും പിടിച്ച് 2,500 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ബില്ല് പേ ചെയ്ത് നേഴ്സിനോട് നന്ദിയും പറഞ്ഞു. ആ നേഴ്സ് അവിടെ നിന്ന് പോയത് അവൾ മെല്ലെ ഫാർമസിയുടെ അരികിലേക്ക് നടന്നു. അവിടെ ചെന്ന് ആ ടാബ്ലറ്റ് തിരികെ എടുക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു. തിരികെ എടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് മുഴുവൻ എടുത്തിട്ട് പകുതി പൈസ തരുമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്, കുട്ടിക്കെന്താ തലക്ക് വല്ല ഓളം ഉണ്ടോ എന്നുള്ള ഫാർമസിസ്റ്റിൻ്റെ മറു ചോദ്യം. ആ ചോദ്യം ഇത്ര കൊച്ചിനങ്ങ് ദഹിച്ചില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കിങ്ങോട്ട് ഉണ്ടാക്കാൻ വരുന്നു ബ്ലഡി ഫാർമസിസ്റ്റ് എന്നും പറഞ്ഞ് അവളെ ടാബ്ലറ്റും എടുത്ത് പുറത്തേക്ക് നടന്നു. അതിനിടയിൽ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് പോകുന്ന ഒരു വൃദ്ധനെ കണ്ടതും അവളുടെ ട്യൂബിലായിട്ട് മിന്നി. അപ്പൂപ്പ, കൈക്ക് വയ്യാല്ലേ? അതെ, എനിക്കും ഇതേ അസുഖമായിരുന്നു. അതെ, എൻ്റെ കയ്യിലെ ഇതിനുള്ള മരുന്നുണ്ട്. 2,500 രൂപയുടെ മരുന്നാ. ഞാൻ അപ്പൂപ്പനെ 1000 രൂപയ്ക്ക് തരട്ടെ? അവളുടെ ചോദ്യം കേട്ട് അയാൾ വായും പൊളിച്ചു നിന്നു. വേണ്ട, 500 തരാൻ പറ്റുമോ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നിദ്ര കച്ചവടം ഉറപ്പിച്ചു. വട്ടാണല്ലേ? അപ്പൂപ്പൻ്റെ ആ ചോദ്യം കേട്ട് അവളങ്ങ് ഇല്ലാണ്ടായി. അങ്ങനെ മൊത്തത്തിൽ തേങ്ങി മാഞ്ഞ് അതിനിടയിൽ മോഹഭംഗ മനസ്സിലെ എന്ന സോങ് സ്വയം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇനിയിപ്പോൾ ഒരു രോഗിയായി ചെന്ന് കയ്യിലെ ക്യാഷും മുടക്കി ഷോൺ ഡാനിയലിനെ ദർശനം നടത്താൻ പറ്റില്ല. അന്നത്തെ 2,500 രൂപ തിരിച്ചു കൊടുക്കാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് പ്ലാൻ മാറ്റിപ്പിടിക്കാം എന്ന ചിന്തയോടെ അവൾ പ്ലാൻ ബി പുറത്തെടുത്തു. സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടിങ്ങിന് പുറമെ ഷോൺ 2 ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ കൂടി രോഗികളെ പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയോ അവളത് അറിഞ്ഞിരുന്നു. അവിടെ ചെന്നാൽ എല്ലാം ഫ്രീ ആണല്ലോ, അതുകൊണ്ട് ക്യാഷ് ലാഭിക്കാം. പക്ഷേ ഇനിയും ഒരു രോഗിയായി ചെന്നാൽ താൻ പിടിക്കപ്പെടും. അതുകൊണ്ട് അവൾ പ്ലാൻ മാറ്റി പിടിച്ചു. ഷോൺ ഡോക്ടറെ കാണാൻ സിംഗിളായിട്ട് വരുന്ന വയസ്സായ രോഗികളെ തിരഞ്ഞു കണ്ടുപിടിച്ചു. കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് OP ടിക്കറ്റ് ഒപ്പിച്ചു. സ്വന്തം കയ്യിൽ നിന്ന് 10 രൂപയും ചെലവിട്ട് അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊളാബ് ഉണ്ടാക്കി. മണിക്കൂറുകളോളം അവിടെ കാത്തുകുത്തിയിരുന്ന് രോഗികളുടെ അടുത്ത ബന്ധുവായി ഡോക്ടറുടെ മുന്നിലെത്തുക. ആദ്യ ദിവസം അപ്പൂപ്പനാണെന്ന് പറഞ്ഞ് ഒരു വൃദ്ധൻ്റെ കൂടെ ചെന്നു. അടുത്ത ദിവസം വയസ്സായ സ്ത്രീയുമായി ചെന്നു. അത് അമ്മൂമ്മയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു വൃദ്ധനെയും കൂട്ടി ചെന്നപ്പോൾ അച്ചച്ചനാണെന്ന് പോലും. അടുത്ത പോക്കിൽ അച്ചമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുമായി ചെന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരുമായി ചെന്നു. സംഭവം സക്സസ്. ലക്ഷ്യം ഒന്ന് മാത്രം, വായ് നോട്ടം. അവനെ കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന അവസ്ഥ. പ്രേമങ്ങ് അസ്ഥിക്ക് പിടിച്ചുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൾ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനെ ഒപ്പിച്ചു. OP ടിക്കറ്റിന് ക്യൂ നിൽക്കാൻ നേരം അബിയുടെ കോൾ വന്നു. അവൾ ഡ്യൂപ്പ് മാമനെ ക്യൂവിൽ നിർത്തി തൻ്റെ കയ്യിലെ 10 രൂപയെ അയാളെ ഏൽപ്പിച്ചു. OP ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവൾ ഫോണുമായി പുറത്തേക്ക് നടന്നു. ഫോൺ സംസാരം കഴിഞ്ഞ് വന്നപ്പോൾ മാമൻ
ഡോക്ടറുടെ മുറിയുടെ മുൻപിലെ ക്യൂവിലുണ്ട്. അവളും തൊട്ടരികെ നിന്നു. ഒടുവിൽ അവരുടെ ടോക്കനായതും ഡ്യൂപ്പ് മാമനെയും കൊണ്ട് അവൾ ഡോക്ടറുടെ മുന്നിൽ ചെന്ന് നിന്നു. വിത്ത് നിഷ്കു എക്സ്പ്രഷൻ. ഈ മാരണം പിന്നെയും വന്ന ഇവളുടെ കുടുംബം മൊത്തം രോഗികളാ. അവളെ കണ്ടപ്പോൾ അവൻ ചിന്തിച്ചത് അതാണ്. മാമനാ, അവൻ്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന മാമനോ? അന്നും പറഞ്ഞു മാമനാണെന്ന്. ചോദിച്ചത് ഡ്യൂട്ടിയിലുള്ള നേഴ്സും. അയ്യോ, അതെൻ്റെ മാമൻ, ഇതമ്മയുടെ മാമൻ, അവൾ പറഞ്ഞു. നാളെ ഇപ്പം അച്ഛൻ്റെ മാമനായിരിക്കും അല്ലേ? നേഴ്സ് പരിഹാസ രൂപേണ പറഞ്ഞു. ആരുടെ മാമനായാലും സിസ്റ്റർക്ക് എന്തേ? എന്തായാലും സിസ്റ്ററുടെ മാമനെയും കൊണ്ട് ഞാൻ വരില്ല. അവൾ മുഖം കോട്ടി. സ്റ്റോപ്പ് ഇറ്റ്. ഇരുവരുടെയും സംസാരം ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഷോൺ പറഞ്ഞു. ഷോൺ രോഗിയെ പരിശോധിച്ച് വേണ്ട മരുന്നൊക്കെയും കുറിച്ചു. നിദ്രയാണെങ്കിൽ തൻ്റെ ജോലിയും തുടർന്നു. അതിനിടയിലാണ് ഷോൺ OP ടിക്കറ്റിലെ പേര് ശ്രദ്ധിക്കുന്നത്. ജോസഫ്. അവളുടെ പേര് നിദ്രയാണെന്ന് അവനറിയാം. നിദ്രയുടെ മാമൻ ജോസഫോ? ഏത് വകയിൽ? അവൻ ചിന്തിച്ചു. എന്തോ ഓർത്ത പോലെ അവൻ നിദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. OP ടിക്കറ്റിൽ പേരില്ലല്ലോ. എന്താ പേര്? ഷോണിൻ്റെ ചോദ്യം കേട്ട് ഡ്യൂപ്പ് മാമൻ പേര് പറയാൻ വന്നതു ഷോൺ തടഞ്ഞു. ശേഷം നിദ്രയോട് ചോദിച്ചു. അവൾക്കാണെങ്കിൽ പുള്ളിയുടെ പേരും അറിയില്ല, ചോദിച്ചതുമില്ല. മാമ, പേര് പറഞ്ഞു കൊടു മാമ, നിദ്ര പതിഞ്ഞ സ്വരത്തിൽ അയാളോട് പറഞ്ഞു. മാമൻ പറയണ്ട, മോള് പറഞ്ഞാൽ മതി, ഷോൺ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ആറ്റുകാൽ ഭാസ്കര, പെട്ടു എന്ന പോലെ അവൾ ദയനീയമായി അയാളെ നോക്കി. അതിനിടയിൽ അവളുടെ ഭാഗ്യത്തിനാണോ എന്തോ ഷോണിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ്റെ ശ്രദ്ധ ഫോണിലേക്ക് നീണ്ടതും നിദ്ര അയാളോട് പേര് ചോദിച്ച് മനസ്സിലാക്കി. പിന്നീട് ഫോൺ സംഭാഷണത്തിന് ശേഷം ഷോൺ അവൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവൾക്ക് പേര് പറയാൻ മുട്ടിയിട്ട് വയ്യ. ഡോക്ടറെ, മാമൻ്റെ പേര് ജോസഫ്. അവൻ ചോദിക്കും മുമ്പ് അവൾ അങ്ങോട്ട് കയറി പറഞ്ഞു. അന്നേരം ഷോൺ ജോസഫിനെ ഒന്ന് ഇരുത്തി നോക്കി. അന്നേരം അയാൾ കള്ളം പിടിക്കപ്പെട്ട പോലെ തല താഴ്ത്തി നിന്നു. തൻ്റെ പേര് നിദ്ര, മാമൻ്റെ പേര് ജോസഫ്, തൻ്റെ മാമിയുടെ പേര് ഉമ്മുകുൽസു എന്നായിരിക്കും അല്ലേ? അത് കേട്ടപ്പോഴാണ് നിദ്രയ്ക്ക് അബദ്ധം മനസ്സിലാവുന്നത്. അവൾക്ക് ഉത്തരം മുട്ടിയതും അവൻ പിന്നീടൊന്നും പറയാൻ നിന്നില്ല. മരുന്ന് കുറിച്ച് അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ജോസഫ് പുറത്തിറങ്ങി. നിദ്ര ഇറങ്ങാൻ നേരം അവൻ അവളോട് നിൽക്കാൻ പറഞ്ഞു. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? ഷോൺ തൻ്റെ റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒന്നുമില്ല ഡോക്ടർ. ആരോരും ഇല്ലാത്ത രോഗികൾക്ക് ഒരു സഹായം, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ? എന്നാ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നുന്നേ. ഇനി മുതൽ നിനക്കേ ഇവിടെ ചികിത്സയില്ല. ഇനി നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. പിന്നെ നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു കിളിപ്പോയൊരു പെണ്ണിനെ ഞാൻ പ്രണയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഭാര്യ ആവാനുള്ള എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? കുറച്ച് തൊലി വെളുപ്പുണ്ട്, പിന്നെന്താ ഉള്ളത്? എനിക്കേ മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. സോ ഗെറ്റ് ലോസ്റ്റ്. ഇത്രയും നേരം പുഞ്ചിരി നിറഞ്ഞ മുഖം പൊടുന്നനെ വാടുന്നത് അവൻ ശ്രദ്ധിച്ചു. കണ്ണൊക്കെ നിറഞ്ഞ മൂക്കൊക്കെ ചുവന്നു. അവൾ അവനെ കലിപ്പിൽ നോക്കി. ഡോറും വലിച്ചടച്ച് അടുത്ത നിമിഷം അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഓർമ്മകളിൽ നിന്നുണർന്ന നിദ്ര ഷോണിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ആ നേരത്താണ് അവൻ്റെ നോട്ടം അവളിലേക്ക് നീളുന്നത്. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. മുതിർന്നവർ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരമാണ് അവൾക്ക് മുട്ടയുടെ കാര്യം ഓർമ്മ വരുന്നത്. അയ്യോ, മുട്ട പഫ്സ് തൊണ്ടയിൽ കുടുങ്ങി മരിച്ച എൻ്റെ വല്യപ്പ കാത്തോളനെ എന്നും മനസ്സിൽ പറഞ്ഞു ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അതിനിടെ ഷോണിന് ഒരു കോൾ വന്നതും അവൻ ഫോൺ ചെവിയോടടുപ്പിച്ച് പുറത്തേക്ക് നടന്നു. നിദ്ര ആരും കാണാതെ അവൻ്റെ വണ്ടിക്കരികിലെത്തി. നേരത്തെ ഡോർ ലോക്കല്ലായിരുന്നു, അതുകൊണ്ട് അന്നേരം മുട്ട വെച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ ഡോർ ലോക്കാണ്. ഇനി എന്ത് ചെയ്യും? അവൾ ചിന്തിച്ചു. ഈ വിവാഹം നടക്കേണ്ടത് തൻ്റെ ആവശ്യമാണ്. എന്നിട്ട് വേണം ഡോക്ടറെ കൊണ്ട് മാത്രമല്ല പലതും വരപ്പിക്കാൻ. അയാളെ കെട്ടാൻ എനിക്ക് ക്വാളിറ്റി ഇല്ല പോലും. എൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൾ ഡോർ എങ്ങനെ തുറക്കാം എന്ന പോലെ ഗ്ലാസിനകത്തേക്ക് എത്തിച്ച് തലയിട്ട് നോക്കി. ഈ നേരത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്ന ഷോൺ കാണുന്നത് തൻ്റെ വണ്ടിക്കരികിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന നിദ്രയും. കോൾ കട്ട് ചെയ്ത് അവൻ അങ്ങോട്ട് നടന്നു. ആരുടെയോ കാൽ പെരുമാറ്റം കേട്ട നിദ്ര തിരിഞ്ഞു നോക്കിയതും തൊട്ടരികിൽ ഷോൺ നിൽക്കുന്നു. ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ അവൾ നിന്ന് പരങ്ങി. നീ എന്താ ഇവിടെ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ഇതെൻ്റെ വീടല്ലേ, അപ്പം പിന്നെ ഞാനിവിടെ കാണില്ലേ? അതല്ല, എൻ്റെ വണ്ടിക്കരികിൽ നിനക്കെന്താ കാര്യമെന്ന്. ഈശ്വര, പെട്ടല്ലോ, അവൾ ചിന്തിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? അവൻ ചോദ്യം ആവർത്തിച്ചു. അത് പിന്നെ എലി, ഒരു എലി ഇവിടെ. എലിയോ? ആ,
എലി, ഇവിടെ ഭയങ്കര എലി ശല്യ. ഞാനിതുവഴി ഇങ്ങനെ വന്നപ്പോഴേ ഡോക്ടറുടെ കാറിൻ്റെ സീറ്റിലെ എലി ഇരിക്കുന്നു. അങ്ങനെ നോക്കിയതാ. അവൾ പറഞ്ഞ കള്ള അവൻ വിശ്വസിച്ചില്ലേലും എലിയല്ലേ, ഇനിയിപ്പോൾ സീറ്റ് വല്ലതും കരണ്ടാലോ എന്ന തോന്നലിൽ അവൻ ഡോർ തുറന്ന് പരിശോധിച്ചു. പരിശോധന കാറ് മുഴുവൻ നടന്നു. ഒടുവിൽ പരിശോധന ഡിക്കിയിൽ എത്തി നിന്നതും അവൾ അവസരം മുതലാക്കി ഡാഷ്ബോർഡിൽ കിടക്കുന്ന മുട്ടയെടുത്ത് പേപ്പർ ഒഴിവാക്കി മുട്ടയാണെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ഒന്നും നോക്കിയില്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടി മുട്ട ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. തൊട്ടപ്പുറത്തെ സരള ചേച്ചിയുടെ മോള് രജനിയുടെ തലമണ്ടയിൽ മുട്ടൽ ചെന്ന് ലാൻഡ് ചെയ്തു. ലഭിച്ചു. ഇപ്പുറത്തെ വീട്ടിലെ ന്യൂസ് പിടിക്കുന്ന തിരക്കിലായിരുന്നു. രജനിയുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ല ബന്ധം നിദ്രയ്ക്ക് കിട്ടിയല്ലോ എന്നായിരുന്നു സരള ചേച്ചിയുടെ പേടി. മുട്ട വന്ന് വീണത് എവിടെ നിന്നാണെന്ന് അറിയാതെ സരളയും രജനിയും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മുട്ട ഒഴിവാക്കിയ ആശ്വാസത്തോടെ നിദ്ര നീട്ടി ശ്വാസം എടുക്കുന്ന നേരത്താണ് എവിടെ എലി എന്നും പറഞ്ഞുകൊണ്ട് ഷോൺ അവളെ രൂക്ഷമായി നോക്കുന്നത്. ചിലപ്പോൾ അത് രക്ഷപ്പെട്ട് കാണും. എന്തായാലും എലി ഇല്ലല്ലോ, ഭാഗ്യം. കഴിഞ്ഞ ദിവസം സരളേച്ചിയുടെ മോൻ സനീഷേട്ടൻ്റെ ദുബായ് ട്രിപ്പ് മുടക്കിയ പുള്ളിയാണ്. പാസ്പോർട്ട് കരണ്ടിട്ടേ ഡോക്ടറുടെ വണ്ടിയിൽ ആളെ കണ്ടപ്പോൾ മാനസിക പരിഗണന എന്ന ഒരു ഇതിൽ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ തെറ്റായി പോയെങ്കിലേ സോറി. അതും പറഞ്ഞവൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടാവാൻ നോക്കി. ഡി, പിന്നിൽ നിന്നുള്ള അവൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. അതിന് ഞാനിപ്പോൾ എന്ത് വേണം? ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതല്ലല്ലോ, ആലോചനയുമായി നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. അതുകൊണ്ട് നീ അച്ഛനോട് പറയണം എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്, ഈ വിവാഹം വേണ്ടെന്ന്. അവൻ പറയുന്നത് കേട്ടതും നേരിയ വേദനയോടെ നിദ്ര അവനെ നോക്കി. അന്നേരാണ് അകത്തു നിന്ന് ഡാനിയൽ വരുന്നത്. അയാളുടെ വരവ് ശ്രദ്ധിച്ച് ഷോൺ ഇപ്പം തന്നെ അച്ഛനോട് ഇക്കാര്യം പറയണമെന്ന് അവളോട് ഒന്നുകൂടെ സൂചിപ്പിച്ചു. ഡാനിയൽ വന്നതും നിദ്രയുടെ നോട്ട് ആദ്യം ചെന്നത് അയാളുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കാണ്. യാന്ത്രികമായി അവളുടെ കൈ അയാളുടെ നെഞ്ചിലേക്ക് നീണ്ടു. അവൾ തൻ്റെ അച്ഛൻ്റെ ഹൃദയം കിടക്കുന്ന ഭാഗത്ത് ഒന്ന് തൊട്ടു നോക്കി. അച്ഛാ, അവളുടെ ഹൃദയം മന്ത്രിച്ചു. ഷോൺ അവളുടെ പ്രവൃത്തി ഒരു നിമിഷം നോക്കി നിന്നു. ഡാനിയൽ അവളെ വാത്സല്യത്തോടെ നോക്കി. മോൾക്ക് സുഖാണോ? അയാൾ ചോദിച്ചു. അതെ അച്ഛാ, അവൾ മറുപടി പറഞ്ഞു. അച്ഛനോ? ഇവരൊക്കെ പപ്പയെന്നാ വിളിക്കാറ്. ആയിരിക്കാം. പക്ഷേ എൻ്റെ അച്ഛനല്ലേ ഇവിടെയുള്ളേ, അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടം. നിദ്ര വിതുമ്പലോടെ പറഞ്ഞതും അയാൾ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി. മോൾക്ക് ഇവനെ ഇഷ്ടമായോ? ഷോണിനെ കാട്ടിക്കൊണ്ടുള്ള ആ ചോദ്യത്തിന് അവൾ ഇഷ്ടമായി എന്ന പോലെ നാണത്തോടെ തലയനക്കി. പ്രതീക്ഷയോടെ നിന്ന ഷോണിൻ്റെ മുഖം അതോടെ കടന്നൽ കുത്തിയ മാതിരിയായി. എന്നാ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ അകത്തുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പോയതും ഷോൺ അവളെ നോക്കി ദഹിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇഷ്ടമല്ലെന്ന് പറയാൻ? ഷോൺ ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഇഷ്ടമല്ലെന്ന് എടുത്തടിച്ച പോലെ പറഞ്ഞാലേ വേദനിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഹൃദയമാണ്. എനിക്കിപ്പോൾ സ്വന്തമാണെന്ന് പറയാൻ ആ ഹൃദയം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഹൃദയം വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഡോക്ടർക്ക് അച്ഛനോട് പറഞ്ഞാൽ പോരെ. നിദ്ര പറയുന്നത് കേട്ടതും ഷോണിൻ്റെ ദേഷ്യമാണ് തോന്നിയത്. പറയൂടി പറയും, എന്നാലും നിന്നെ ഞാൻ കിട്ടില്ല. അതിനേക്കാൾ ഭേദം വല്ല പൊട്ടക്കിണറ്റിലും ചാടുന്നതാ. എന്നാൽ പിന്നെ പോയി ചാടിക്കൂടെ? അവൾ നേരിയ സ്വരത്തിൽ പറഞ്ഞത് അവൻ കേട്ടിരുന്നു. അവൻ കൂർപ്പിച്ചു നോക്കി. ഇയാളെ കെട്ടാനിപ്പോൾ ഭൂലോകരമ്മ വരും, നോക്കിയിരുന്നു. അവൾ പുച്ഛിച്ചു. അത് കേട്ട് അവൻ ദേഷ്യത്തോട് അകത്തേക്ക് നടന്നു. ഡാനിയൽ നിദ്രയുടെ മാമനുമായും നിഖിലുമായും കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ചു. മമ്മി, പെൺകുട്ടി കൊള്ളാലേ, നല്ല സുന്ദരി കൊച്ച്. എന്തായാലും റോണിയുടെ ആ പരിഷ്കാരി പെണ്ണിനേക്കാൾ എനിക്കിഷ്ടമായതേ ഈ കൊച്ചിനെയാ. ഒരു പ്രത്യേക ഭംഗി. പതിഞ്ഞ സ്വരത്തിൽ റെബേക്ക തൻ്റെ മമ്മിയോട് പറഞ്ഞു. ഭംഗി ഉണ്ടായിട്ട് ഇപ്പം എന്തിനാ? പണം അതാ വേണ്ടത്. റോണിയുടെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അതുണ്ട്. ഇവിടുത്തെ സാഹചര്യം കണ്ടാൽ അറിയില്ലേ, ഒന്നും കിട്ടില്ല. ആ ആങ്ങളെ ചെറുക്കനാണെങ്കിൽ ബസ് ഡ്രൈവറും. നാലാളോട് പുറത്ത് പറയാൻ പറ്റുന്ന ജോലിയാണത്. സാറ ഒരു തരം പുച്ഛത്തോടെ പറഞ്ഞു. മമ്മി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നമുക്ക് വേണ്ടത് പെണ്ണിനെയല്ലേ, അല്ലാതെ ഇവിടുത്തെ സ്വത്തും പണവും ഒന്നല്ലല്ലോ. ഷോണിനാണെങ്കിൽ ഇതിലൊട്ടും താല്പര്യമില്ല. എടി, അതൊക്കെ ശരിയാ. എന്നാലും എനിക്കെന്തോ ആ കൊച്ചെൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വരുന്നതിനോട് താല്പര്യമില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ഇവിടെ നിന്നൊരു ബന്ധം വേണ്ട എന്ന് തോന്നുക. ചില സമയത്ത് ആ പെണ്ണിൻ്റെ അമ്മ നിൻ്റെ പപ്പയെ നോക്കുന്നത് അവരുടെ ഭർത്താവ് മുന്നിൽ നിൽക്കുന്നത് പോലെയാ. അത് കാണുമ്പോൾ എനിക്കെന്തോ ദേഷ്യം വരും. എൻ്റെ മമ്മി അങ്ങനെയൊന്നുമില്ല, അത് മമ്മിക്ക് തോന്നുന്നതാ. ആ ആൻറ്റി പാവാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കെന്തായാലും ഈ വിവാഹത്തിനോട് അത്ര യോജിപ്പില്ല.
ഞാനത് നിൻ്റെ പപ്പിയോട് പറയാൻ പോവാ. എത്ര ചെറിയ വീടാ ഇത്, ഇവിടെ വന്ന് അവൻ എങ്ങനെയാ നിൽക്കുക? അതുമല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരി ആനിയുടെ മോൾ ആൻസിയെ അവന് വേണ്ടി ആലോചിക്കാനിരുന്നതാ. അപ്പോഴാ നിൻ്റെ പപ്പയുടെ ഓരോരോ വാക്കുകൾ മുഴുവൻ ആക്കാതെ സാറ ഒരുതരം ഈർഷ്യയോടെ പറഞ്ഞു. മമ്മി ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ തലയിലെടുത്ത് വെക്കണ്ട. എന്തായാലും എനിക്ക് ഈ കുട്ടി ഇഷ്ടമായി. ആൽബിച്ചാനും പറഞ്ഞു ആ കൊച്ചു ഷോണിന് നന്നായി ചേരുന്നുണ്ടെന്ന്. അത്രയും പറഞ്ഞ് റെബേക്ക തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് നടന്നു. ഏകദേശ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് അവരൊക്കെ അവിടെ നിന്ന് മടങ്ങി. വീട്ടിലെത്തിയതും സാറ തനിക്ക് കുട്ടി ഇഷ്ടമായില്ലെന്ന് തീർത്തും പറഞ്ഞു. തനിക്ക് കിട്ടിയ പിടിവള്ളി കണക്കെ ഷോൺ അതിലേറ്റു പിടിച്ചു. മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ തനിക്കും ആ കുട്ടിയെ വേണ്ട, അവനും ഉറപ്പിച്ച് പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം താൻ നടത്തിയിരിക്കും. ഡാനിയൽ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. എന്നാൽ പിന്നെ കേട്ടാൻ വേറെ ആളെ കണ്ടെത്തേണ്ടി വരും. ഷോണിൻ്റെ വാക്കുകൾ ഡാനിയലിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. അയാൾക്ക് ആ നിമിഷം നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഒടുവിൽ അയാളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഒരു ഡോക്ടർ ആയതിനാൽ ഷോണിന് ഡാനിയലിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് മനസ്സിലായി. ഇനിയും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് തൻ്റെ അച്ഛൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും എന്നറിയാവുന്ന ഷോൺ ആ വിവാഹത്തിന് സമ്മതിച്ചു. ഒപ്പം മനസ്സില്ലാ മനസ്സോടെ സാരയും.